സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസയിലെ വിഷയങ്ങൾ മാറ്റമില്ലാതെ തുടരുകയാണ്. ഗാസയിൽ 3 പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രങ്ങളിൽ വളരെ ചുരുക്കം സ്ഥലത്ത് മാത്രമായിട്ടാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത്. നമുക്കറിയാം 3 ജനവാസ കേന്ദ്രങ്ങളിലുള്ള മിലിറ്ററി സാന്നിധ്യം ഇസ്രായേൽ കുറച്ചിട്ടുണ്ട്. 10 മണിക്കൂർ വീതം വെടിനിർത്തൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഭക്ഷണ വിതരണം കുറേയും കൂടി സ്മൂത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹമാസിനെ സംബന്ധിച്ച് അവിടെ പട്ടിണിയുണ്ട് എന്ന ഒരു പ്രതീതി ലോകം മുഴുവൻ വരുത്തി വയ്ക്കുന്നതിൽ അവർ വിജയിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അമേരിക്കയിലെ പ്രൈവറ്റ് ഏജൻസികളുടെ മേൽനോട്ടത്തിൽ അവിടെ ആരംഭിച്ച പുതിയ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ ധാരാളം മരണങ്ങൾ സൃഷ്ടിച്ച് അവിടെ നിന്ന് ആളുകളെ അകറ്റി നിർത്തി അവിടെ വരാൻ ഭയപ്പെട്ടിരുന്ന ആളുകളുടെ ഇടയിൽ പട്ടിണി ഉണ്ടാക്കി. അങ്ങനെ പട്ടിണി കോലങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കുഞ്ഞുങ്ങളെ ക്യാമറകളുടെ മുൻപിൽ എടുത്ത് പ്രദർശിപ്പിക്കുന്നതിൽ ഹമാസ് വിജയിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഒരു വസ്തുതയുണ്ട്, നമ്മളുടെ ഇവിടെ പോലും ചിത്രങ്ങളിൽ വന്ന അമ്മമാർക്കാർക്ക് ക്ഷീണമില്ല, കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ക്ഷീണമുള്ളൂ. ഇവിടെ മിനിഞ്ഞാന്നത്തെ മലയാള മനോരമയിലെ ഗാസയിലെ പട്ടിണി എന്ന് പറഞ്ഞുകൊണ്ട് 3 സ്ത്രീകളുടെ ചിത്രം ഫ്രണ്ട് പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. 3 സ്ത്രീകൾക്കും ഭക്ഷണം കഴിക്കാത്തതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. നേരെ മറിച്ച് കുഞ്ഞുങ്ങൾ എല്ലും തോലുമായി മാറിയിരിക്കുന്ന ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. വീണ്ടും ഹമാസ് പഴയ ടെക്നിക്ക് തന്നെ ഉപയോഗിക്കുന്നതായി വേണം വിചാരിക്കാൻ. കാരണം വെടിയുണ്ട വരുന്നിടത്ത് കുഞ്ഞുങ്ങളെ എടുത്ത് പിടിക്കുന്നത് പോലെ ഇവിടെ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ തയ്യാറുള്ള അമ്മമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത് പട്ടിണി കോലങ്ങളെ സൃഷ്ടിച്ച് എല്ലും തോലുമായിട്ടുള്ള കുഞ്ഞുങ്ങളെ വഹിച്ചു നിൽക്കുന്ന യാതൊരു ക്ഷീണവുമില്ലാത്ത അമ്മമാരെ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. ഇസ്രായേൽ ടെലിവിഷനെ കുറിച്ച് പറഞ്ഞപ്പം അങ്ങനെ പരിഹരിക്കരുത് എന്നാണ് പല വിങ്ങിൽ നിന്നും വന്ന പ്രതികരണങ്ങൾ. പക്ഷെ എന്തായാലും ശരി, അവരുടെ ആ ഒരു പട്ടിണിക്കിടുന്നു എന്നുള്ള ഒരു വിഷയം അത് വളരെ ഗൗരവതരമായിട്ട് ലോകത്തിന് മുന്നിൽ വെക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് നേരാണ്. ഈ വിഷയം നേരിട്ട് പരിശോധിക്കുവാനായി സ്റ്റീവ് വിറ്റ്കോഫ് ഇന്നലെ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഫ്രാൻസ് പറഞ്ഞു അവിടെ പട്ടിണിയാണ്, യുദ്ധം നിർത്താൻ സാധിക്കുന്നില്ല, വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പാലസ്തീനെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ തങ്ങൾ അംഗീകരിക്കും എന്ന് ഫ്രാൻസ് ആദ്യം പറഞ്ഞു. 4 ദിവസം മുമ്പ് ബ്രിട്ടനും ഇതേ കാര്യം പറഞ്ഞു. ഇന്നലെ കാനഡയും ഇതേ കാര്യം പറഞ്ഞു. അവര് പാലസ്തീനെ ഒരു രാജ്യം എന്ന നിലയിൽ അടുത്ത യുണൈറ്റഡ് നേഷൻസിന്റെ അസംബ്ലിക്ക് മുൻപ് അവർ അംഗീകരിക്കുമെന്നും യുണൈറ്റഡ് നേഷൻസ് അസംബ്ലിയിൽ അവർ ഈ സംഗതി വെക്കുമെന്നുമാണ് അവർ പറയുന്നത്. അപ്പം ഇതിന് കാരണം ആയിട്ട് അവർ പറയുന്നത് ഇസ്രായേൽ വെടിനിർത്തൽ കാര്യങ്ങളോട് സഹകരിക്കുന്നില്ല, ഗാസയിലെ ഭക്ഷണ വിതരണത്തോട് സഹകരിക്കുന്നില്ല, ഗാസയിലെ ആളുകൾക്ക് പട്ടിണി ഉണ്ടാകുന്നു എന്നുള്ള ഒരു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. അപ്പം ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ അതിന് വളരെയേറെ റിലവൻസ് ഉണ്ട്. കാരണം ഈ പ്രശ്നത്തിൽ ആദ്യം മുതലേ ഇടപെട്ടിട്ടുള്ള രാജ്യമാണ് ബ്രിട്ടൻ. 1917 ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ ഈ പ്രദേശം വരുന്നതും അതിനുശേഷം ബ്രിട്ടൻ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് അവിടെ ഒരു രാജ്യം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നതും ബ്രിട്ടനാണ്. അങ്ങനെ ബ്രിട്ടന്റെ നേതൃത്വത്തിലാണ് ഈ ഇസ്രായേൽ രാജ്യം അവിടെ രൂപപ്പെടുന്നത്. വാസ്തവത്തിൽ ഈ രാജ്യത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പം അവിടെ താമസിക്കുന്ന ആളുകൾ എന്താവും, അവരുടെ സ്ഥിതി എന്താവും എന്നതിനെക്കുറിച്ചൊന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല. പിന്നീട് ഈ രാജ്യം ഫോം ചെയ്യുന്ന സമയത്താണ് ഈ 2 പേർക്കും പ്രത്യേക പ്രദേശങ്ങൾ വേർതിരിച്ചു കൊടുക്കുകയും അങ്ങനെ അറബികൾക്ക് ഒരു പ്രദേശം ഉണ്ടാവുകയും ഇസ്രായേൽക്കാർക്ക് വേറൊരു പ്രദേശം ഉണ്ടാവുകയും ചെയ്തത്. തങ്ങൾക്ക് കിട്ടിയ പ്രദേശത്തിന് ഇസ്രായേൽ എന്ന രാജ്യം എന്ന പേരിട്ടുകൊണ്ട് ഇസ്രായേൽക്കാരത് സ്വന്തമാക്കുകയും അവരുടെ രാജ്യമാക്കി വെക്കുകയും ചെയ്തു. നേരെ മറിച്ച് അറബികൾ കിട്ടിയ പ്രദേശത്തിന് പേരിടുവാനോ അല്ലെങ്കിൽ അത് അവരുടെ രാജ്യമാക്കുവാനോ ഒന്നും അവർ തയ്യാറാവാതെ ഈ ഇസ്രായേൽ എന്ന രാജ്യത്തെ തങ്ങൾ അംഗീകരിക്കുകയില്ലെന്നും അതും കൂടി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും ഈ മൊത്തം പ്രദേശം തങ്ങളുടേതാണെന്നും പറഞ്ഞ് ഈ 2 സ്റ്റേറ്റ് തിയറിയെ തള്ളിപ്പറഞ്ഞത് അറബ് നേഷൻസ് ആണ്. നമുക്ക് അറിയാം, നമ്മളുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഈ 2 നേഷൻ തിയറിയുടെ ഏറ്റവും പ്രമുഖ പ്രയോക്താക്കളിലൊരാൾ. കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ പൊളിറ്റിക്കൽ വീക്ഷണങ്ങൾക്ക് വലിയ റെലവൻസ് ഉണ്ടായെന്ന് തിരിച്ചറിയുവാൻ അന്നത്തെ അറബികൾക്ക് സാധിച്ചില്ല എന്നുള്ളത് വലിയ കഷ്ടമാണ്. കാരണം ദീർഘകാലം സ്വാതന്ത്ര്യ സമരം നേടി ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം പിടിച്ചു പറിച്ചെടുത്തപ്പോൾ അതുപോലെ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു രാജ്യത്തിന് എന്തായിരിക്കും നല്ലത് എന്ന് ഇതുപോലെ പരിണതപ്രജ്ഞനായ ഒരു നേതാവിന് അറിയാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് ഊഹിക്കാൻ കഴിയാതെ പോയി. ബ്രിട്ടന്റെ കരുത്ത് എന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ കരുത്ത് എന്താണെന്ന് അറിയാതെ തങ്ങളിത് അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനിറങ്ങുമ്പം വഴക്കിനിറങ്ങുമ്പം ഇവരെ കൊണ്ട് ജയിക്കാനാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ 2 നേഷൻ തിയറി എന്നതുപോലത്തെ തിയറികൾക്ക് വിവരമുള്ള ആളുകൾ അന്ന് വളം വെച്ചു കൊടുത്തത്. പക്ഷെ അവരത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിനുശേഷം 1967 യുദ്ധത്തോടെ കൃത്യമായ മേൽക്കൈ നേടിയെടുത്ത ഇസ്രായേൽ പിന്നെ ഒരു കാലത്തും
ഈ ടു സ്റ്റേറ്റ് തിയറി എന്നതിനെ പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും 1990കളുടെ തുടക്കത്തിൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനുമായി ഉണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു അർത്ഥമനസ്സോടെ ഇസ്രായേൽ ഈ പാലസ്തീൻ നേഷൻ എന്നുള്ള ഒരു ധാരണയ്ക്ക് ഒരു മൂടൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെയാണ് യുണൈറ്റഡ് നേഷൻസിലെ മൊത്തം 193 അംഗങ്ങളിൽ 147 രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ അവരുടെ എംബസികൾ തുറക്കാൻ അനുവദിക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യത്ത് പാലസ്തീൻ്റെ എംബസി ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇതിനകത്തുള്ള യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ ഒച്ച ഉണ്ടാക്കിയാലും ശരി, സെക്യൂരിറ്റി കൗൺസിലുള്ള 5 മെമ്പേഴ്സ് തന്നെയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കാരണം അവർക്ക് വീറ്റോ പവർ ഉണ്ട്. ബാക്കിയുള്ളവർ എല്ലാവരോടും കൂടി എന്ത് തീരുമാനം എടുത്താലും ശരി, ഈ വീറ്റോ പവറുള്ള രാജ്യങ്ങൾ നോ പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ആ തീരുമാനങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. വീറ്റോ പവറുള്ളത് 5 രാജ്യങ്ങളാണെന്ന് നമുക്കറിയാം. അത് അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടനുണ്ട്. അപ്പം റഷ്യയും ചൈനയും ഓൾറെഡി പാലസ്തീനെ അംഗീകരിച്ച് കഴിഞ്ഞതാണ്. അപ്പം ബ്രിട്ടനും ഫ്രാൻസും കൂടി അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്നതിന് വലിയ റിലവൻസ് ഉണ്ട് എന്നുള്ളത് നേരാണ്. കാരണം ഇവര് സെക്യൂരിറ്റി കൗൺസിലിലെ മെമ്പേഴ്സാണ്. ബ്രിട്ടനെ സംബന്ധിച്ച് കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം ഈ രാജ്യത്തിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു രാജ്യം എന്ന നിലയിൽ ബ്രിട്ടന്റെ ഈ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ കൂട്ടത്തിൽ കാനഡയും വരുന്നുണ്ട്. കാനഡ അമേരിക്കൻ ഭാഗത്ത് നിൽക്കുന്ന ഒരു രാജ്യമെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു രാജ്യത്തെ അതിന്റെ സ്റ്റേറ്റ്ഹുഡ് അംഗീകരിക്കുക എന്ന് പറയുമ്പം അതിന് വേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിന് മുമ്പിൽ ഒരു രാജ്യത്തിന്റെ സ്റ്റേറ്റ്ഹുഡ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പെർമനന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ വേണം, സ്ഥിരമായിട്ടൊരു പോപ്പുലേഷൻ. എവിടെയെങ്കിലും കുറച്ചു കാലം വന്ന് ജീവിച്ചു പിന്നെ അവിടുന്ന് വേറൊരു ഭാഗത്തേക്ക് പോകുന്ന നൊമാഡിക് ആയിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ടല്ല ഒരു രാജ്യത്തെ ഐഡന്റിഫൈ ചെയ്യുന്ന പെർമനന്റ് പോപ്പുലേഷൻ വെച്ചുകൊണ്ടാണ്. ഈ പറഞ്ഞ സ്ഥലത്ത് പെർമനന്റ് പോപ്പുലേഷൻ ഉണ്ട്. അതിന് കൃത്യമായൊരു ഡിഫൈൻഡ് ടെറിട്ടറി ആവശ്യമുണ്ട്. അതിന് കൃത്യമായ അതിർത്തികൾ ആവശ്യമുണ്ട്. തീർച്ചയായും പാലസ്തീന് കൃത്യമായ ടെറിട്ടറി ഉണ്ട്. ഫങ്ഷനിങ് ഗവൺമെന്റ് ആവശ്യമുണ്ട്. ഇതൊരു ചോദ്യചിഹ്നം വീഴുന്ന സംഗതിയാണ്. പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് വെസ്റ്റ് ബാങ്കിൽ നിലവിലുണ്ടെങ്കിലും വളരെ പരിമിതമായ അധികാരങ്ങൾ മാത്രമുള്ള ഒരു ഗവൺമെന്റ് ആണത്. അതുകൊണ്ട് ഫങ്ഷനിങ് ഗവൺമെന്റ് എന്നുള്ള കാര്യം നിശ്ചയമായും ഉണ്ടോ എന്നുള്ളൊരു സംശയം വരും. ദെൻ കപ്പാസിറ്റി ടു എൻ്റർ ഇൻ ടു ഇന്റർനാഷണൽ റിലേഷൻസ്, മറ്റ് രാജ്യങ്ങളിലൊക്കെ എംബസി തുറന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ഏർപ്പെടുവാനുള്ള ഒരു അധികാരം കൂടി ഉള്ള ആ ഒരു സാധനത്തിനാണ് രാജ്യം എന്ന് UN ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതില് രാജ്യം എന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫങ്ഷനിങ് ഗവൺമെന്റ് വേണം. മറ്റു രാജ്യങ്ങളുമായിട്ട് ഡിപ്ലോമസി ഏർപ്പെടാൻ സാധിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ UN ഉള്ള 193 രാജ്യങ്ങളിൽ 147 രാജ്യങ്ങളിലും പാലസ്തീന എന്ന് പറയുന്ന ഈ രാജ്യത്തിന് എംബസികളുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമാവുന്നില്ല. കാരണം ഇവരുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ മുഴുവൻ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പൊ നമ്മൾ പേപ്പറിൽ ഒരു കാര്യം ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ UN ഒരു കാര്യം ചെയ്തതുകൊണ്ടൊന്നും കാര്യം നടപ്പാവില്ല. പേപ്പറിൽ കാര്യം തിയററ്റിക്കലായിട്ട് കാര്യം നടത്താൻ പറ്റും. പക്ഷേ അവിടെ എങ്ങനെ വെസ്റ്റ് ബാങ്കില് ഈ ഇസ്രായേലിന്റെ മിലിറ്ററി പ്രസൻസ് ഉണ്ട്. കൂടാതെ വെസ്റ്റ് ബാങ്കില് വലിയൊരു സംഖ്യ 1.5 ലക്ഷത്തോളം ജൂതന്മാർ അതിനകത്ത് പോയിട്ട് അധിവസിക്കുകയാണ്. പിന്നെ എങ്ങനെ വെസ്റ്റ് ബാങ്കിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കും? നടപ്പില്ല. ഗാസ എന്ന് പറയുന്ന സ്ഥലം അതിന്റെ 90% പ്രദേശവും ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലാണ്. അതിന്റെ ബൗണ്ടറീസ് അവിടെ കൊണ്ടുവരയ്ക്കും. ബാക്കി 10% സ്ഥലത്താണ്. അപ്പൊ ഇവരൊക്കെ അംഗീകരിക്കുമെന്ന് പറഞ്ഞാലും ഇൻ ഇഫക്റ്റിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ചെയ്യില്ല എന്നുള്ളത് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത് അമേരിക്ക അംഗീകരിക്കാതെ ഈ കാര്യങ്ങളൊന്നും നടക്കുകയുമില്ല. കാരണം UN സെക്യൂരിറ്റി കൗൺസിലുള്ള 4 പേരും അംഗീകരിച്ചു എന്നതുകൊണ്ട് 5ാമത്തെ രാജ്യത്തിന് ഇത് വീറ്റോ ചെയ്യാൻ കഴിയാതെ പോകുന്നില്ല. അപ്പൊ ഇവർ ഈ വിഷയവുമായിട്ട് UN ജനറൽ അസംബ്ലിയിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്ക അപ്പൊ കരുതിനെ വീറ്റോ ചെയ്യും. അപ്പൊ ഈ കാര്യം നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പക്ഷെ ഒരു ഖയോട്ടിക് സിറ്റുവേഷൻ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നല്ലാതെ, അല്ലെങ്കിൽ പാലസ്തീനികളെ കൂടുതൽ സംഘർഷോന്മുഖരാക്കാൻ സാധിക്കുമെന്നല്ലാതെ ഈ തീരുമാനങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ ഇവരെങ്ങനെ സ്വതന്ത്രമായിട്ട് രാജ്യമായിട്ട് അംഗീകരിക്കാൻ അവർക്ക് വേണമെങ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാം. അങ്ങനത്തെ പല വിഷയങ്ങളുണ്ട്. അവർക്കൊരു മിലിറ്ററി ആവാം. ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പാലസ്തീനികൾക്ക് സ്വതന്ത്രമായ ഒരു മിലിറ്ററി ഉണ്ടാവണം എന്ന് ഏതെങ്കിലും രാജ്യങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? കാരണം അവര് ഒരു അവരുടെ മിലിറ്ററി പവറാണ്. ഇപ്പം ഇസ്രായേലിൽ കടന്നു കയറി അവർ കാണിച്ചു കൊടുത്തത് പാലസ്തീന്റെ മിലിറ്ററി പവറാണ്. അപ്പൊ അവർക്കൊരു മിലിറ്ററി ഉണ്ടെങ്കിൽ അവർ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടായിരിക്കും കൂട്ടുകൂടാൻ പോകുന്നതെന്നും അതുവഴി അവരവിടെ വളർത്തിയെടുക്കാൻ പോകുന്ന സംഗതി എന്താണെന്നും ഒക്കെ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവും. അപ്പം ഇവിടെ ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഒക്കെ ഉദ്ദേശിക്കുന്നത് എത്രയും വേഗം ഒരു വെടിനിർത്തലിലേക്ക് എത്തണം എന്നുള്ളതാണ്. അല്ലാതെ ഇതിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രം അംഗീകരിക്കുക എന്നുള്ളതല്ല വാസ്തവത്തിൽ അവരുടെ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ലക്ഷ്യം എത്രയും വേഗം ഒരു വെടിനിർത്തൽ കരാറിൽ എത്തുകയും ഗാസയിലെ പട്ടിണി ഒഴിവാക്കുകയും ചെയ്യാന്നുള്ളതാണ്.
അതിനുശേഷം ടു നേഷൻ തിയറി എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് UN ഒരു പ്രസൻസ് ഉണ്ട്. അവർ ഒബ്സർവർ സ്റ്റാറ്റസിലുള്ളതാണ്. അവർക്കവിടെ UN അസംബ്ലിയിൽ പോയി ഇരിക്കാം, ഡിസ്കഷൻസിൽ അത്യാവശ്യം പങ്കെടുക്കാം, വല്ലതൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. പക്ഷെ അവർക്ക് വോട്ടിംഗ് സ്റ്റാറ്റസ് ഇല്ല. അതിന് ഒബ്സർവർ സ്റ്റാറ്റസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ വാസ്തവത്തിൽ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് ഒരു സ്റ്റെപ്പ് സ്വീകരിച്ചിട്ടുള്ള ലീഗ് ഓഫ് അറബ് നേഷൻസ് ആണ്. സൗദി അറേബ്യയും ഖത്തറും ഈജിപ്തും ഒക്കെ അടങ്ങുന്ന ലീഗ് ഓഫ് അറബ് നേഷൻസ് ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യം ഇതാണ്: ഹമാസ് നിർബന്ധമായും ആയുധം വെച്ച് കീഴടങ്ങണം. ഹമാസ് എത്രയും വേഗം ആയുധം വെച്ച് കീഴടങ്ങുകയും ഗാസയുടെ ഭരണാവകാശത്തിനുള്ള ക്ലെയിം 100% ഹമാസ് ഉപേക്ഷിക്കുകയും ചെയ്യണം. അതിനുശേഷം ഇസ്രായേല് പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണം. ഇതാണ് വാസ്തവത്തിൽ ഇപ്പോൾ വയ്ക്കാവുന്ന ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്. ഇസ്രായേൽ ഇത് അംഗീകരിച്ചോണ്ടെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഇത് ക്രിയേറ്റീവാണ്. ഈ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. കാരണം ഹമാസ് 100% ആയുധം വെച്ച് കീഴടങ്ങി മേലാൽ തങ്ങൾ ആയുധം തൊടുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും അവരുടെ നേതാക്കന്മാർ ആ നാട് വിട്ടു പോവുകയും ഗാസയുടെ ഭരണത്തിൽ ഇവര് ഹമാസ് പങ്കുപറ്റുകയും ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സമാധാനത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അല്ലാതെ ബ്രിട്ടൻ പറയുന്നത് പോലെയോ അല്ല ഫ്രാൻസ് പറയുന്നത് പോലെയോ കാനഡ പറയുന്നത് പോലെയോ ഇവർ അവിടെ ഇരുന്നത് കൊണ്ട് ഒരു പാലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരത് തിരിഞ്ഞു നോക്കാൻ പോലും പോകുന്നില്ല. കാരണം അവർക്ക് സോൾ പവർഫുൾ ആയിട്ടുള്ള അമേരിക്കയുടെ വലിയ ബാക്കിംഗ് ഉണ്ട്. ട്രംപ് ഇത് കേട്ടപ്പോഴേ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. അപ്പൊ അതിന് പ്രത്യേകിച്ച് റിലവൻസ് വരുന്നില്ല. റിലവൻസ് വരണമെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഈ വിഷയങ്ങളെ സമീപിക്കണം. ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയാണ്, ആളുകളെ കൊല്ലുന്ന സംഘടനയാണ്, ജ്യൂസിനെ ഭൂമുഖത്ത് ഉന്മൂലനം ചെയ്യണമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുള്ള സംഘടനയാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇസ്രായേൽ അല്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇസ്രായേലിന്റെ കഴുത്ത് വെട്ടാൻ അങ്ങോട്ട് ചെന്നതിന്റെ പേരിൽ തങ്ങളുടെ കഴുത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ തീർക്കുന്ന ഒരു സെക്യൂരിറ്റി വലയം മാത്രമാണിത്. അതുകൊണ്ട് ആദ്യം ഹമാസ് എന്ന് പറയുന്ന ഭീകരത, ഭീതി ഒഴിഞ്ഞുപോയാൽ മാത്രമേ ഒരു ചർച്ചയുടെ കളം ഒരുങ്ങുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇത് ഏറ്റവും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന അറബ് രാജ്യങ്ങൾക്കാണ് എന്നുള്ളത് സുബോധകരമായ ഒരു സംഗതിയാണ്.